കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കേരള സർവകലാശാല ഡിഗ്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥികളുടെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് അവരുടെ ഡിഗ്രി മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് പെർസെൻറ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഡൗട്ടുകളുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ്, അതിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളതുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഡിഗ്രി റിസൾട്ട് വന്നു. ചില വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങളിപ്പോൾ 6 സെമസ്റ്ററാണ്, അപ്പോൾ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് സെമ്മോ സെക്കൻഡ് സെമ്മോ തേർഡ് സെമ്മോ ഏതെങ്കിലും ഒരു സെമ്മിൽ ഏതെങ്കിലും സബ്ജക്റ്റ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ കറക്റ്റ് നമുക്ക് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇനി റീവാലുവേഷനൊക്കെ കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ പോലും അവരുടെ റീവാലുവേഷന് കഴിഞ്ഞിട്ടുള്ള മാർക്ക് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിൽ എത്ര മാർക്കാണോ അത് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ പെർസെൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് ആദ്യം നിങ്ങളുടെ റിസൾട്ട് നിങ്ങളൊന്ന് പരിശോധിക്കുക. റിസൾട്ടിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് കോഴ്സ് പാസ് എന്ന് പറഞ്ഞ് മുകളിലും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഓൾ പാസ് എന്ന് പറഞ്ഞ്, അതായത് സെമസ്റ്റർ സ്കോർ ഗിവൺ ഇൻ ബ്രാക്കറ്റിലും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോഴ്സ് പാസ് എന്ന് പറയുന്നത് അതിലിപ്പം എല്ലാ വിദ്യാർത്ഥികളുടെയും നമ്പർ ഉണ്ടാവണമെന്നില്ല. കാരണം കോഴ്സ് പാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 മുതൽ 6 വരെയുള്ള എല്ലാ സെമസ്റ്ററും വിജയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ കോഴ്സ് പാസിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് 4th സെമസ്റ്ററിലോ 5th സെമസ്റ്ററിലോ ഏതെങ്കിലും സബ്ജക്റ്റ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് പാസിനകത്ത് വരത്തില്ല. കാരണം നിങ്ങൾക്ക് ഒരു സെമസ്റ്റർ വരെ ഡ്രോപ്പ് ആവുകയാണ്, കാരണം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കോഴ്സ് പാസിൽ നിങ്ങളുടെ നമ്പർ വരാനുള്ള സാധ്യതയില്ല, നമ്പർ വരത്തില്ല. ഓക്കെ, കോഴ്സ് പാസ് എന്ന് പറഞ്ഞ് വരുന്നത് ഈ 6 സെമസ്റ്ററിലും 1 മുതൽ 6 സെമസ്റ്ററിലും എല്ലാ സബ്ജക്റ്റും കിട്ടിയ വിദ്യാർത്ഥികൾക്കാണ് കോഴ്സ് പാസ് എന്ന് പറഞ്ഞ് വരുന്നത്. അതാണ് നിങ്ങളുടെ ഇപ്പോൾ ഈ ഒരു ഇതിൽ 6.413 അല്ലെങ്കിൽ 7.14 എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഡിഗ്രി. ഇപ്പം ഞാനിത് BCom വിദ്യാർത്ഥികളുടെയാണ് വെച്ചിരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഇങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ഡിഗ്രി റിസൾട്ട് ഫൈനൽ മാർക്കാണ് വന്നിരിക്കുന്നത് ഈ 6.413 എന്നും 7.14 എന്നൊക്കെ പറഞ്ഞു വന്നിരിക്കുക. ഇനി ഇവിടെ നോക്കിക്കോ, ഓൾ പാസ് സെമസ്റ്റർ സ്കോർ ഗിവൺ ഇൻ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നിങ്ങളുടെ 6th സെമസ്റ്ററിൻ്റെ ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. 6th സെമസ്റ്റർ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. കാരണം കോഴ്സ് പാസിനകത്ത് കുറച്ച് വിദ്യാർത്ഥികളുടെ മാത്രം നമ്പരേ ഉള്ളൂ. പക്ഷേ ഓൾ പാസ് സെമസ്റ്റർ സ്കോർ ഗിവൺ ഇൻ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ ആ ഒരു സെമ്മിൻ്റെ മാത്രമാണ് തന്നിരിക്കുന്നത്. ആ സെമ്മിലും ഏതെങ്കിലും സബ്ജക്റ്റ്, ആ സെമ്മിൽ മാത്രം സബ്ജക്റ്റ് പോയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആണ് പാസ്ഡ് ഇൻ പാർട്സ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 3 വിദ്യാർത്ഥികളുടെ തന്നിട്ടുണ്ട്. അവർക്ക് ഈ സെമസ്റ്ററിൽ ഈ സബ്ജക്റ്റൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കിട്ടാത്ത സബ്ജക്റ്റ് ഏതൊക്കെയാണെന്നുള്ളതാണ് ആ നമ്പേഴ്സ് മിസ്സിങ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കോഴ്സ് പാസ് എന്ന് പറഞ്ഞാൽ ഫുൾ സബ്ജക്റ്റും ക്ലിയർ ആയ വിദ്യാർത്ഥികളുടെയും, ഓൾ പാസ് സെമസ്റ്റർ സ്കോർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 6th സെമസ്റ്ററിൽ എല്ലാ സബ്ജക്റ്റും കിട്ടിയ വിദ്യാർത്ഥികളുടെയാണ്. അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ്, അതായത് കിട്ടാൻ പോകുന്ന കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു ഫോർമാറ്റാണ്. ഇതാണ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടാൻ പോകുന്ന കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ്. ഇതാണ് നിങ്ങളുടെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഇഷ്യൂ ചെയ്യുന്ന കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റാണ് ഇത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഗ്രാം, ഇപ്പോൾ നിങ്ങൾ BCom ആണെങ്കിൽ അതുപോലെ കൊമേഴ്സ് ആണെങ്കിൽ ആ കൊമേഴ്സ് എന്നുള്ളത് കാണിക്കും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ് നമ്പരും അതുപോലെ തന്നെ നിങ്ങൾ പാസ്സായ മന്തും ഇയറും ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ തൊട്ട് ലാസ്റ്റ് സെമസ്റ്റർ വരെയുള്ള എല്ലാ മാർക്കുകളും കാണുന്നതായിരിക്കും. ഫസ്റ്റ് സെമസ്റ്ററിൽ ഏതൊക്കെ സബ്ജക്റ്റുകളുണ്ടായിരുന്നോ അതിൽ നിങ്ങൾക്ക് കിട്ടിയത്, കാരണം നിങ്ങൾക്ക് ഓരോ സെമ്മിലും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. നമുക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും, പ്രൊഫൈൽ വഴി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ അത് ഒരു കൺസോളിഡേറ്റ് ചെയ്ത് ഒറ്റ ഷീറ്റിനകത്ത് തന്നിരിക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ എല്ലാ സെമസ്റ്ററിനെയും തന്നിരിക്കും. ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത്, ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററോ സെക്കൻഡ് സെമസ്റ്ററോ ഒക്കെ റീവാല്യൂ ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ല എങ്കിൽ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ലേറ്റസ്റ്റ് മാർക്ക് തന്നെയായിരിക്കും കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് കൊടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് അല്ലല്ലോ അന്നേരം വരുന്നത്, കാരണം റീവാല്യൂ ചെയ്യുന്നതിൻ്റെ മാത്രം ഒരു ഡ്രാഫ്റ്റായിട്ട്
റിസൾട്ട് വരും, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ മാത്രമായിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ പക്ഷേ നിങ്ങളുടെ പുതിയ മാർക്ക്, ഏറ്റവും പുതിയ മാർക്ക്, ഏറ്റവും കൂടുതലുള്ള മാർക്കായിരിക്കും കാണിക്കുന്നത് ഓരോ സെമ്മിൻ്റെയും. ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് 2 മാർക്ക് കാണിക്കും. അതായത് CCPA-S എന്നും പറഞ്ഞും കാണിക്കും, CCPA എന്നും പറഞ്ഞും കാണിക്കും. ഈ CCPA ആണ് എന്തെന്ന് പറയുന്നത് നിങ്ങളുടെ ഒറിജിനൽ ഡിഗ്രി മാർക്ക് എന്ന് പറയുന്നത്. CCPS എന്ന് പറയുമ്പം നിങ്ങളുടെ സബ്ജക്റ്റ്, അതായത് നിങ്ങളുടെ ഇപ്പം BCom വിദ്യാർത്ഥികളാണെങ്കിൽ ആ BCom സബ്ജക്റ്റുകളുടെ എല്ലാം കൂടെ നോക്കുമ്പോഴാണ് CCPA എന്നുള്ളത് കിട്ടുന്നത്. CCPA എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ക്രെഡിറ്റ് പോയിൻ്റ് ആവറേജ് എന്നാണ് CCPA എന്ന് പറയുന്നത്. CCPAയും CCPA-Sഉം തമ്മിലുള്ള വ്യത്യാസം. CCPA-S എന്ന് പറഞ്ഞാൽ എന്താണ്, CCPA ഇപ്പോൾ സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റ്, നിങ്ങളുടെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നാണ് CCPA-Sൽ കാണിക്കുന്നത്. CCPAയിൽ കാണിക്കുന്നത് നിങ്ങളുടെ എന്താണ്, നമ്മുടെ ഈ ഒരു ഡിഗ്രി ഫുള്ളായിട്ടുള്ള നിങ്ങളുടെ ക്യുമുലേറ്റീവ് ക്രെഡിറ്റ് പോയിൻ്റ് ആവറേജ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളോട് ഡിഗ്രിക്ക് എത്രയാണ് റിസൾട്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ഏതാണ്, CCPA ആണ്. അതായത് നമ്മളുടെ മാർക്ക് എത്രയാണോ, ഡിഗ്രി ഫുള്ള് നോക്കുമ്പോൾ നമ്മുടെ മാർക്ക് എത്രയാണോ അതാണ് നോക്കുന്നത്. ഇനി നിങ്ങൾ PGക്ക് പോകുമ്പോൾ നമ്മളുടെ മിക്ക സബ്ജക്റ്റുകളും എടുക്കത്തില്ല. അതായത് ഈ ഇംഗ്ലീഷ് അങ്ങനെ നമ്മൾ കൊടുക്കും, മാർക്ക് കൊടുക്കും, പക്ഷെ കൺസിഡർ ചെയ്യുമ്പം നമ്മളുടെ ഈ CCPA-S ഒക്കെ വെച്ചിട്ടാണ് മിക്ക യൂണിവേഴ്സിറ്റികളും എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ ഡിഗ്രി റിസൾട്ട് എന്ന് പറയുന്നത് CCPA ആണ്. ഇപ്പോൾ ഇവിടെ CCPA എന്ന് പറയുന്നത് 7.208 ആണ്. അതായത് പെർസെൻറ്റേജ് എന്ന് പറയുമ്പം നമ്മൾ ഒരു സ്ഥാനം കൂടെ മാറ്റിയാക്കിയാൽ മതി, എന്താവും, 72.08. ഇപ്പം നിങ്ങളുടെ ഗ്രേഡ് പോയിൻറ്റ് 80.28 ആണെങ്കിൽ നിങ്ങളുടെ പെർസെൻറ്റേജ് എത്രയായിരിക്കും, 82.8 ആയിരിക്കും. ഇനി നിങ്ങളുടെ ക്രെഡിറ്റ് പോയിൻറ്റ് 6.36 ആണെങ്കിൽ നിങ്ങളുടെ പെർസെൻറ്റേജ് എത്രയായിരിക്കും, 63.6 ആയിരിക്കും. അതായത് ഒരു സ്ഥാനം കൂടെ മാറ്റി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അവിടെ മാർക്ക് ചെയ്തിരുന്നാൽ മതി. അപ്പം 7 പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. 7.208 എന്ന് പറഞ്ഞാൽ എന്താണ്, 72.08 ആണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വരുന്നത്. ഇതിൽ നിങ്ങളുടെ എല്ലാ മാർക്കുകളും കാണിക്കും, എല്ലാ സെമസ്റ്ററിൻ്റെയും മാർക്കുകൾ കാണിക്കും. കൂടുതലും വിദ്യാർത്ഥികൾക്ക് ഈ 5th സെം 6th സെം ഒക്കെ മാർക്ക് കൂടുതലാവാനാണ് സാധ്യത. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ നമ്മളുടെ സബ്ജക്റ്റുകൾ മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് സബ്ജക്റ്റുകൾ മാത്രം, അല്ലെങ്കിൽ മറ്റ് വിദ്യാർത്ഥികൾക്ക് എക്കണോമിക്സ് പഠിക്കുന്ന എക്കണോമിക്സ്. പക്ഷേ ഫസ്റ്റ് 4 സെമ്മിലൊക്കെ നമുക്ക് ഇംഗ്ലീഷ്, അതുപോലെ ഫസ്റ്റ് 2nd സെമ്മിലൊക്കെ അഡീഷണൽ ലാംഗ്വേജ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ മാർക്കിൽ വ്യത്യാസം വരും. പക്ഷേ 5th 6th സെമസ്റ്ററിൽ നമ്മുടെ സബ്ജക്റ്റ് തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ കുറച്ച് മാർക്ക് കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ PG അഡ്മിഷൻ. അപ്പോൾ PG അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്